എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യാത്ര നമ്മളെ കൊണ്ടുപോകുന്നത് കണ്ണൂരിൻ്റെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ 2 സ്ഥലങ്ങളിലേക്കാണ്. ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടവും പൈതൽമലയുമാണ് കാണാൻ പോകുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട് സൈറയും കുട്ടികളും ചേർന്നാണ് ഈ യാത്ര പോകുന്നത്. യാത്രാപ്രേമികളെ ഒരുമിപ്പിക്കുന്ന ടീം സർക്കീട്ട് എന്ന ഒരു ടീമിനൊപ്പമാണ് നമ്മൾ ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. ബസ്സിലും ട്രെയിനിലും ജീപ്പിലും ഒക്കെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ചെന്നിട്ടുള്ളത് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം കാണാനാണ്. അപ്പോൾ അവിടെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ടീം ലീഡർ നമുക്ക് പറഞ്ഞു തരികയാണ്. പച്ചപ്പിനിടയിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളത്തിൻ്റെ ശബ്ദവും നല്ല തണുത്ത കാറ്റും മനസ്സിനെ ശരിക്കും മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് മഴയുടെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ആ ദിവസം അത് മഴയൊന്നുമില്ലായിരുന്നു. നന്നായിട്ട് വെള്ളത്തിലൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തു. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കൂടെയുള്ള കുട്ടികളൊക്കെ വളരെ നല്ല സ്നേഹത്തോടെ നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്തു. കുറേ അധികം സമയം ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒഴുകിപ്പോയി. അങ്ങനെ വെള്ളച്ചാട്ടത്തിലൊക്കെ കളിച്ചും കുളിച്ചും അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. നമുക്ക് റിസോർട്ടിലേക്ക് പോകാനുള്ള ജീപ്പ് മുകളിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ താഴെ വെച്ചിട്ടുള്ള ലഗേജൊക്കെ അവർ തന്നെ നമ്മൾ ജീപ്പ് കിടക്കുന്നിടത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മനോഹരങ്ങളായ പ്രകൃതി കാഴ്ചകളിൽ ഒന്നാണെന്ന് ശരിക്കും മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസോർട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തുമ്പോഴേക്കും സന്ധ്യ മയങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നല്ലൊരു കാലാവസ്ഥയും കൂടിയായിരുന്നു കേട്ടോ. റിസോർട്ടിൻ്റെ പരിസരമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായ ഒരു റിസോർട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിയിരുന്നിട്ട് പിന്നെ പുറത്തേക്കൊന്നും പോകാനുള്ള ഒരു ഇഷ്ടമില്ലാത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും സൈറ എന്നെ വിളിച്ചത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി. ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് കുറച്ച് നേരമൊക്കെ മാറി നിൽക്കുന്നതും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുന്നതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതിനൊന്നും മടി വിചാരിക്കാതെ പോകുന്നത് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് അവിടുത്തെ ഓരോ ഭാഗങ്ങളും കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ ആ റിസോർട്ടിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തുള്ള ഒരു ഹാളിലാണ് ഞങ്ങൾ പോയത്. അവിടെ നൈറ്റ് ഗെയിമൊക്കെ ആയിരുന്നു. ഓരോ ഗെയിമുകളും അത് വെറുതെ അങ്ങ് കളിച്ച് പോകാനുള്ളതല്ല, അതിൽ നിന്നൊക്കെ ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഒത്തിരി പുതുമുള്ള ഒരു ട്രിപ്പായിട്ട് തോന്നി കേട്ടോ. സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കുറേ നേരം എല്ലാവരും കൂടി പാട്ടൊക്കെ പാടിയിരുന്നു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുഡ് കഴിക്കാൻ ആ റിസോർട്ടിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ചില യാത്രകളിൽ സ്ഥലങ്ങൾ കാണലും മാത്രമല്ല നടക്കുക, കുറേ മനുഷ്യരെ അടുത്തറിയാൻ സാധിക്കും. അവരോടൊക്കെയുള്ള സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ സൂക്ഷിക്കാനുള്ള ഒരു യാത്രയായിരുന്നു എന്ന് തലേന്ന് രാത്രി ഞാൻ ശരിക്കും മനസ്സിലാക്കി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പൈതൽമലയിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൈതൽമല കണ്ണൂരിൻ്റെ അഭിമാനമാണ്. നല്ലൊരു ഹിൽ സ്റ്റേഷനാണത്. അപ്പോൾ കയറാനായിട്ട് പോകാൻ എനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രയും എനിക്ക് പറ്റുമോ, കാൽവേദന വരുമോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ നമ്മളെ അത്രയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യാണ്. പറ്റും, അതിനായിട്ടല്ലേ വന്നത്, എന്തായാലും സാധിക്കും, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ കൊണ്ടുപോയി. അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. മഴയും ഉണ്ടായിരുന്നില്ല, എന്നാൽ വെയിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നല്ലൊരു കാലാവസ്ഥയിലാണ് നമ്മൾ കയറിപ്പോയത്. കൂടുതൽ ദൂരത്തേക്കൊന്നും നോക്കാതെ കാലിൻ്റെ അടിയിലേക്ക് നോക്കി അങ്ങനെ സ്റ്റെപ്പ് വെച്ച് കയറിയപ്പം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുകളിലേക്ക് എത്തി. മുകളിലെത്തിയപ്പോൾ കാഴ്ചകൾ കൂടുതൽ മനോഹരമാവുകയായിരുന്നു. മഞ്ഞ് പുതച്ച വഴികളും തണുത്ത കാറ്റും ദൂരെയായി കാണുന്ന മലനിരകളും എല്ലാം ചേർന്നൊരു സ്വപ്നലോകത്തെത്തിയ അനുഭവമായിരുന്നു കേട്ടോ. ഈ യാത്ര ഞങ്ങൾക്ക് വെറൊരു ടൂർ മാത്രമായിരുന്നില്ല, കുറേ നല്ല ആളുകളോടൊപ്പം ചിലവഴിച്ച സന്തോഷ നിമിഷങ്ങളും പുതിയ സൗഹൃദങ്ങളും പ്രകൃതിയോടൊപ്പം ചിലവഴിച്ച മനോഹരമായ ഓർമ്മകളും നിറഞ്ഞ നല്ലൊരു അനുഭവമായിരുന്നു. ടീം സർക്കീറ്റിനും ഈ മനോഹരമായ അനുഭവത്തിൻ്റെ ഭാഗമായ എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി.